ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ ഷെഫീഖാൻ്റെ വീട്ടിലേക്ക് പോണതും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതന്നെ ഞാൻ ക്രിസ്മസ് വെക്കേഷൻ്റെ ലാസ്റ്റ് ദിവസം നമ്മുടെ ന്യൂ ഇയറിൻ്റെ മുന്നേ ആയിട്ട് എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടതുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരുവിധ മടിയും കാണിക്കല്ലേ. അപ്പോൾ ഇതാ സമയം ഏകദേശം രാത്രി 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പം ഈ രാത്രി തന്നെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷെഫീഖാൻ്റെ ഏട്ടൻ്റെ മോളെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ വിളിച്ചിട്ട് വരുമോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഒരിടങ്ങേറ്. അപ്പം എന്തായാലും വേണ്ടില്ല, രാത്രി ആയാലും വേണ്ടില്ല, പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ നമ്മുടെ മീനങ്ങാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മീനങ്ങാടി പുൽപ്പള്ളി റോഡാണ് കേട്ടോ നമ്മുടെ പാപ്പളശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ കണ്ടവർക്കൊക്കെ തന്നെ അറിയാം. അങ്ങനെ ഇതാ നമ്മൾ ഏകദേശം വീട്ടിലെത്താനായി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഇരുടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിലൊക്കെ. ശരിക്കും ഈ സമയത്ത് വരാൻ തന്നെ ഞങ്ങൾക്ക് പേടിയായിരുന്നു, കാരണം ആന, പുലി, കടുവ തുടങ്ങിയ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ എവിടെ നിന്നൊക്കെയോ പിടിച്ചു കണ്ടു എന്നൊക്കെ ഇപ്പോഴും തന്നെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് പതുങ്ങിയിരിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശരിക്കും ഞങ്ങൾ ഓരോ വണ്ടീൻ്റെ പുറകിലും കത്തിച്ച് മിന്നിച്ച് അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ കേക്ക് മുറിക്കാനുള്ള ഒരു ഒരുക്കത്തിലൊക്കെയാണ്. അപ്പോൾ ഇതാ അടിപൊളി കേക്ക് ഉണ്ട്. പിന്നെ ഇതാ നമ്മുടെ ബർത്ത്ഡേ ഗേൾ സുന്ദരിയായിട്ട് മാലാഖ കുട്ടിയായിട്ട് ഒരുങ്ങി അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മക്കളും പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മക്കളൊക്കെയാണ് കേട്ടോ. കുട്ടിയെ കാണല്ലോ അല്ലേ, ഇതൊക്കെ കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ മോളെ കൈയൊട്ടി പാട്. ആമീന്റെ സൗണ്ട് കേൾക്കില്ല കേട്ടോ. മോളെ എങ്ങനെയാ പാടും, ഒന്ന് പാടിക്കൊടുക്ക്. അതാ മിലു, നിങ്ങൾ രണ്ടാളും പാട്. ഉറക്കനെ രണ്ടാളും ഒരുമിച്ച് പാട്. ഹാപ്പി ബർത്ത്ഡേ പാട്. ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ ഫ്രണ്ട്സ്, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇനി മോളൊന്ന് പാടിയ കേക്കട്ടെ, ഒന്ന് പാട്. പാടടി. ഞാൻ പോയിട്ട് ഭീമോ ബർത്ത്ഡേ ഗിഫ്റ്റ് അതൊരു ഫോട്ടോ ആമി കൊടുക്കുന്ന ഫോട്ടോ എടുക്കുന്ന നീച്ചെന്ന് വാങ്ങണം. ചിരിക്കടി അമ്മു. രണ്ടാണ് മാത്രം ഓളെ ഉറക്കം വന്നിട്ടാണ്. താങ്ക് യു എന്ന് പറയാ നീ അമ്മീനോട്. ഇരിക്കെ അങ്ങനെ തന്നെ അതൊന്ന് ഫോട്ടോ എടുക്ക്. അതുകൊണ്ട് കൊറേ ഞാൻ കൊടുക്കുന്ന എടുക്കട്ടെ, ഒന്നും കൂടെ കൊടുക്കും. തന്നെ പിടിച്ച ഫോട്ടോ എടുത്തോണ്ടിരിക്കണേ. എന്താ എനിക്ക് വേണം ഗിഫ്റ്റ്. എന്താന്ന് വെച്ചിട്ടാ ഇതിലേക്ക് ചാടല്ലേ. എന്താ മാത്രം മൈലാഞ്ചി അല്ല ഞാൻ കൊള കേൾക്കാം. വാരി തോണ്ടല്ലേ എല്ലോട്ടൊക്കെ പൊളിക്ക്. അടിപൊളി ആ കേക്ക് ഇപ്പൊ നശിക്കും.
അജുവിന്റെ കേക്ക് അജുവിന്റെ ഗിഫ്റ്റ് എവിടെ ചോക്ക് ആജുവിന്റെ അജുവിന്റെ ഗിഫ്റ്റ് എവിടെ ചോക്ക് ഇതെന്താ ഇതൊക്കെ അത് ഓളെ കൈ കൊടുക്കണം അതൊക്കെ ഓൾ എടുക്കട്ടെ അത് ഫേന് കുട്ടിക്ക് ചൂടെടുക്കുമ്പോ ദിവസമായി മോളെ അതിന് വേണ്ടിട്ട് മെനക്കെടുന്നത്. അതാ ഒരു കൈ അവിടെ ഉണ്ടാവും, ഞെക്ക്, അവിടെ ഒരു കൈ ഞെക്ക്. ഉണ്ട്. മുഖത്തേക്ക് പിടിക്കുക എന്നിട്ട് ഇങ്ങനെ ഞെക്ക്. ഇതൊക്കെ ഇപ്പൊ റെഡി ആക്കി കുട്ടികളുണ്ട്. എന്ത് കറിയാ വേണ്ട എനിക്ക്? എന്ത് കറിയാ വേണ്ടേ? ഇറച്ചിക്കറിയാ ബീഫ് കറിയാ? ബീഫാണോ ചിക്കനാണോ? ചിക്കനാ വേണ്ടേ? ചിക്കനാ? ചിക്കനാ വേണ്ടേ? ആ ചിക്കൻ കൊടുക്കും. അഞ്ഞൂന് ഈ കഷ്ണം വേണോ? കറി വയ്ക്കണം. എന്താ കറി വയ്ക്കണം. കറി കണ്ട കഷ്ണം മാത്രം മതി. കറി വേണ്ട. ഈ കഷ്ണം എടുക്കാല്ലേ? ഇത് പുതിയതോ പഴയതോ? എന്ത് എന്ത് ഉടുപ്പ് എന്റേതാ പുതിയത്? എന്താ പഴയതുപോലെ തുണി. അത്രക്ക് വേണ്ടില്ലായിരുന്നു. കരയൂട്ടോ. എന്റെ ഏറ്റവും വലിയ അല്ല ഏറ്റവും പുതിയതാണ്. മേമ കരയുവേ. ചോറ് വേണോ എന്തോ? ചോറ് കുറച്ച് കൊണ്ടിട്ടാലോ? അപ്പോൾ നമ്മുടെ കേക്ക് മുറിയും ഒച്ചപ്പാടും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വന്തം വീട്ടിൽ വന്നാൽ കിച്ചണിൽ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കണം എന്നുള്ളൊരു വാശിപ്പുറത്ത് ഇതാ ആപ്പയും മോനും കിച്ചണിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. ഇവിടെ അതാ അടുപ്പത്ത് ബീഫ് ചട്ടിയിൽ ഇങ്ങനെ ഞെരിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് പെട്ടെന്ന് നേരം വെളുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടക്ക് ഞാൻ വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അവരെ ഫുഡ് കഴിക്കലും കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ ഫുഡ് കഴിക്കലും കഴിഞ്ഞ് ബാക്കി പരിപാടിയൊക്കെ ആണല്ലോ ഉള്ളത്. പിന്നെ എന്ത് വീഡിയോ എടുക്കാനല്ലേ. അപ്പോൾ അതാ നേരം വെളുത്തപ്പോഴും ഈ ഒരു അടുപ്പും തീയും തന്നെയാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഇതിനായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇത്. രാവിലെ മുതൽ രാത്രി വരെ കിടക്കാൻ പോകുന്നവരെ ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഒരു രസം തന്നെയാണ് അല്ലേ. അപ്പോൾ അതാ ദോശയും ബീഫ് കറിയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചായ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഇവിടെ ഇന്നിപ്പോൾ കുക്കിങ്ങൊക്കെ ഉമ്മച്ചി തന്നെയാണ്. ദോശയൊക്കെ ഉമ്മച്ചിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നും നമ്മൾ ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കലല്ലേ. അപ്പോൾ ഇവിടെ വന്നാൽ എവിടെയെങ്കിലുമൊക്കെ മാറി നിന്നാലല്ലേ ആരുടെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ സാമ്പാർ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്കൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിതാ സാമ്പാറും കൂടെ വെച്ചിട്ടുണ്ട്. ടോർച്ചടിക്കല്ല. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കൻ ഇവിടെ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഉണക്കലാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ എന്തിനാ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അത് നമ്മുടെ ഇവിടുത്തെ ഉപ്പച്ചീൻ്റെ അനിയൻ്റെ സ്ഥലത്ത് ചെറിയൊരു പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പണിക്കാരുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അവിടെ ചെറിയൊരു റൂമും അങ്ങനെ എന്തോ കെട്ടുന്നതുകൊണ്ട് ബെൽറ്റ് വാർപ്പ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവർക്ക് 10 മണിക്ക് കൊടുക്കാനാണ് സാമ്പാറും പിന്നെ മീനും അതുപോലെ തന്നെ ചോറൊക്കെ. പിന്നെ ഉച്ചക്കത്തേക്ക് ബിരിയാണി. ഇനിയിപ്പോൾ അതിലേക്കുള്ള സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് ജനലിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് യാതൊരു ശീലവും ഇല്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ദാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഉമ്മച്ചി ചോറിനുള്ള പരിപാടി നോക്കുന്നുണ്ട്. അപ്പോൾ രണ്ടടുപ്പിലും തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓരോ പണികൾ എല്ലാവരും കൂടെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആവുമല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ. പിന്നെ ഇതാ അതിൻ്റെ ഇടയ്ക്ക് താത്ത അവിടെ പുതപ്പ് അലക്കുന്നത് കണ്ടോ. അത് കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. പണ്ട് വാഷിംഗ് മെഷീനൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ പുതപ്പൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ശരിക്കും മീൻപെട്ടിയിലൊക്കെ ഇട്ടിട്ടാണ് അലക്കുക. അങ്ങനെ ആകുമ്പോൾ ഹോൾസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ പിന്നെ ചളികളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോഴും പുതപ്പ് അലക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ നമ്മുടെ
തീ ഇവിടെ ഉഷാറായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മളല്ലാതെ മുതിർന്നവരായിട്ട് ഉമ്മയോ പിന്നെ ഹസ്ബൻഡിൻ്റെ ഉമ്മയോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ മുതിർന്നവരായിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കിങ്ങിലൊക്കെ ഭയങ്കര എക്സ്പേർട്ടൊക്കെ ആയിരിക്കുമല്ലേ. എന്നാലും പിന്നെ നമ്മൾ അവരൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടെ ഒന്ന് പരിഗണിക്കുക കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് അറിയാഞ്ഞിട്ടൊന്നല്ല, വെറുതെ ഒരു എന്താ പറയുക, വെറുതെ ഒരു സ്നേഹത്തിൻ്റെ പുറത്തെങ്കിലും ചോദിക്കുക എത്ര മതിയോ, ഇതങ്ങനെ മതിയോ, പിന്നെ മസാല കൂടുതലിടണോ കുറച്ചിടണോ, അതോ ഇത് ഇത്ര എമൗണ്ട് ഉണ്ടാക്കിയാൽ മതിയോ, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു അഭിപ്രായങ്ങളൊക്കെ അവരോട് ചോദിക്കുക. അപ്പം അവർക്കും ഒരു സന്തോഷമാവും. പിന്നെ അത് മാത്രമല്ല നമ്മളോടുള്ള സ്നേഹവും പരസ്പരമുള്ള സ്നേഹമൊക്കെ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അതൊരു കാരണമാണ് കേട്ടോ. നമ്മൾ ഇത് ഒരു ഭാഗത്ത് ഒരാളുണ്ടാവും, ഒരു ഭാഗത്ത് മറ്റൊരാളുണ്ടാവും, മിണ്ടാതെ പോയി അടുക്കളയിൽ പോയി അവനവനക്ക് വേണ്ടത് ഉണ്ടാക്കുക. ഇപ്പോൾ അതൊക്കെയാണല്ലേ കൂടുതലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണല്ലോ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.